ഹായ് മകളെ, വെൽക്കം ടു ജിബോർഡ്. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയുടെ 3ാമത്തെ പാഠം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് കിടിലം വെയിറ്റേജ് ഉള്ള പ്രധാനപ്പെട്ട പാഠമാണ് 3ാമത്തെ പാഠം. സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായ പാഠമാണ്. കണ്ടാൽ വലുതാണ് തോന്നുമെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് നമ്മൾ ഈ പാഠം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മളെന്ത് ചെയ്യടാ, ഈ പാഠത്തിൻ്റെ പെട്ടെന്നുള്ള ക്യുക്ക് റിവിഷനാണ്. ഒരു 20 മിനിറ്റിനുള്ളിലായിട്ട് ഈ പാഠം മൊത്തം റിവൈസ് ചെയ്യാൻ പോവാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യടാ, ഫുള്ള് പഠിച്ച മക്കൾ ഒന്നും കൂടി ഒന്നൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഒന്നും അറിയാത്ത മക്കൾ ഇല്ലേ ജസ്റ്റ് ഈ പാഠത്തിൻ്റെ ഒരു അറിവുണ്ടാവാൻ ഒരു ധാരണ വരാൻ വേണ്ടിയിട്ട് മാത്രം ഈ ക്ലാസ്സിന് ഉപയോഗിക്കുക. പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പറയുമെങ്കിലും എക്സ്പ്ലനേഷൻ കുറച്ചിട്ട് വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേടാ, റെഡി? നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. സെൽ ബയോളജി ആൻഡ് സെൽ തിയറി, മൈക്രോസ്കോപ്പുകൾ, അതിൻ്റെ ഭാഗങ്ങൾ, സെല്ലിൻ്റെ പാർട്സുകൾ, പ്ലാന്റ് സെല്ലിൻ്റെ 2 തരം ടിഷ്യൂസ്, അതുപോലെ തന്നെ ആനിമൽ സെൽ. മക്കളെ, ആദ്യം പഠിക്കാനുള്ളത് വാട്ട് ഈസ് സെൽ ബയോളജി, എന്താണ് കോശവിജ്ഞാനം. സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ സെല്ലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അത് മത്തിയാസ് ജേക്കബ് ഷെല്ലൻ. 838 എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ഇദ്ദേഹമാണ്. തൊട്ടടുത്ത വർഷം 839 നമ്മുടെ തിയാഡർ ഷാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എല്ലാ പ്ലാന്റ്സ്, എല്ലാ ആനിമൽസും, എല്ലാ ജന്തുക്കളും കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ 855 ആയപ്പോൾ നമ്മുടെ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എല്ലാ പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നത് പഴയ കോശങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോശവിജ്ഞാനീയത്തിലോട്ട്, സെല്ലുകളെ പറ്റിയുള്ള സ്റ്റഡിയിലോട്ട് ഒരു പുതിയ പൊൻതൂവലി നമുക്ക് തരികയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പല കാലത്തും പല രീതിയിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അവസാനം ഈ പഠനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമ്മളൊരു തിയറി ആക്കിയിട്ട് പുറത്തിറക്കി. അതാണ് മക്കളെ എന്ത്, കോശങ്ങളെ പറ്റിയുള്ള തിയറി അഥവാ സെൽ തിയറി, കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. കോശ സിദ്ധാന്തത്തിൽ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണുള്ളത്. ഒന്ന്, എല്ലാ ജീവികളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ കോശമാണ് ഒരു ജീവിയുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരു ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അത് കോശങ്ങളാണ്. അതുപോലെ തന്നെ മക്കളെ, പുതിയൊരു കോശം ഉണ്ടായി വരുന്നത് ആദ്യമേ രൂപപ്പെട്ടുള്ള കോശങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട 3ാമത്തെ പോയിന്റ്. റെഡി അല്ലേടാ? ഇതാണ് സെൽ തിയറി എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്ത നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയൊരു ടോപ്പിക്കിലോട്ടാണ് കിടക്കുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെ പറ്റി നമുക്ക് വലിയ ധാരണയുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ മൈക്രോസ്കോപ്പ് കണ്ടതാണ്. എൻ്റെ മക്കൾ മൈക്രോസ്കോപ്പിന് എല്ലാ ഭാഗങ്ങളും ഒന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ മക്കളെ, മൈക്രോസ്കോപ്പിൽ നമ്മൾ എങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതിലോട്ടുള്ള ഒരു ബേസ് നമുക്കറിയണം. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ നിരീക്ഷിക്കാനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാറുള്ളത്. ശരിയല്ലേ? റെഡിയാണോ മാഷെ? അല്ലേ? 2 പോയിന്റുകൾക്കിടയിൽ ഒരു പ്രത്യേക അകലുണ്ടെങ്കിൽ നമ്മൾ അതിന് രണ്ടും കൃത്യമായിട്ട് 2 മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിത് രണ്ടും ഒരേ പോയിന്റ് ആയിട്ടാണ് തോന്നുക. അതായത് മക്കളെ, ഇത് 2 പോയിന്റ് അല്ലേടാ, ഈ 2 പോയിന്റുകൾക്കിടയിൽ ഇതാ കൃത്യമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇവർ നമുക്ക് 2 പോയിന്റായിട്ട് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇത് അവരെന്ത് ചെയ്യാൻ പറ്റൂടാ, ഒറ്റ പോയിന്റായിട്ട് അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ പോയിന്റായിട്ട് ഏക ബിന്ദുവായിട്ട് നമുക്ക് തോന്നും, ഇല്ലേ? ഇങ്ങനെ 2 ബിന്ദുക്കളെ കൃത്യമായിട്ട് 2 മനസ്സിലാക്കുന്ന ഈ ഒരു അകലത്തിൻ്റെ പേരാ മക്കളെ എന്ത്, 0.2 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഇതിനൊരു പേര് വിളിക്കും, അതാണ് റെസല്യൂഷൻ. അഥവാ ദിറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐസ് ദാറ്റ് ഹ്യൂമൻ ഐ ക്യാൻ ഡിസ്റ്റിങ്വിഷ്. അഥവാ 2 ബിന്ദുക്കൾക്കിടയിൽ മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേടാ? അടുത്ത ടോപ്പിക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ബയോളജിയുടെ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഏതുവരെ ആയിട്ടുണ്ട് എന്ന് മക്കളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അതായത് ഫുൾ ഓക്കെയാണ് മാഷെ, റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബറാബറാണോ മാഷെ, കുറച്ചുകൂടി ആവാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഒന്നും ആയില്ല മാഷെ, 3G ആണെങ്കിൽ മക്കളെ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. റെഡി? നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി ക്വസ്റ്റ്യനോട്ട് പോവാം, ബാക്കി ഭാഗങ്ങളോട്ട് പോവാം. മൈക്രോസ്കോപ്പ് 2 തരത്തിലുള്ള മൈക്രോസ്കോപ്പ് പഠിക്കാനുണ്ട്. ഒന്ന് എന്താണ്, സിമ്പിൾ മൈക്രോസ്കോപ്പാണ്, മറ്റൊന്ന്
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. പേരിന് ഉത്തരം കിട്ടേണ്ട. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതാ അതിൽ സിംഗിൾ ലെൻസേ ഉണ്ടാകുള്ളൂ, അഥവാ ഒറ്റ ലെൻസ് മാത്രമുള്ളതാണ് എന്ത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. 10 മടങ്ങ് വരെ മാത്രം ഒരു വസ്തുവിനെ സൂം ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ വലുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിലധികം ലെൻസുകൾ കാണപ്പെടുന്നുണ്ട്. മോർ ദാൻ 1 ലെൻസ് എവിടെയുണ്ട്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുണ്ട്. 1000 മടങ്ങ് വരെ ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ, മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളെ പറ്റും. ഈ 1000 മടങ്ങിനെ അപ്പുറം നമുക്ക് വലുതായി കാണേണ്ട വസ്തുക്കൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാകുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ അതിൻ്റെ 1 ദശലക്ഷത്തിലധികം, അതോ 1 മില്യൺ ടൈംസ് പ്ലസ് 1 ദശലക്ഷത്തിലധികം തവണ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. സാധാ മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റിൻ്റെ പകരം ഉപയോഗിക്കുന്നത് എന്താടാ? ഇലക്ട്രോൺ കിരണാവലിയാണ്, ഇലക്ട്രോൺ ബീമുകളാകുന്നു. റെഡി ഇല്ലേടാ? അടുത്ത നമ്മൾ പോകുന്ന ടോപ്പിക് പാർട്സ് ഓഫ് സെല്ലാണ്. കോശത്തിൻ്റെ ഭാഗങ്ങളാണ്. പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ പഠിക്കാണ്ട്. ഒന്ന് സെൽവാളാണ്, കോശഭിത്തിയാണ്. ആ കോശത്തിന് ഒരു ആകൃതിയും പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്ന ഭാഗമാണ് സെൽവാൾ, കോശഭിത്തി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സെല്ലുവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് എന്നറിയപ്പെടുന്ന ഒരു പദാർത്ഥം കൊണ്ടാണ് എൻ്റെ മക്കളെന്ന് ഓർത്ത് നോക്കണം കേട്ടോ. റെഡി. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരം. ഇമ്പോർട്ടൻ്റ് മാർക്കാണ് കേട്ടോ. ഈ കോശസ്തരത്തിന് നമ്മൾ ഗേറ്റ് കീപ്പർ എന്ന് വിളിക്കലുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു വസ്തു കോശത്തിനുള്ളിൽ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ഏതിലൂടെയാണ്? ഈ പ്ലാസ്മ സ്തരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഗേറ്റ് കീപ്പർ എന്ന് വിളിക്കലുണ്ട്. അതും ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റിൽ പറയുന്നൊരു പേരുണ്ട്. നമ്മുടെ പ്ലാസ്മ സ്തരം ഇരട്ട സ്തരമാണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ഇതുപോലെയാണ് ആരുള്ളത്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്, ഇവിടെ വേറെ ലെയർ ഉണ്ട്. ഇങ്ങനെ മൊത്തം ലിപ്പിഡിൻ്റെ ഇരട്ട സ്ഥലം, ലിപ്പിഡിൻ്റെ ഇരട്ട പാളിയാണ് നമ്മുടെ കോശസ്തരത്തിനുള്ളത്. കോശസ്തരത്തിലൂടെ എല്ലാ ആളുകളെയും കടത്തിവിടില്ല. ഏത് ആൾ പാഞ്ഞു വന്നാലും കോശത്തിനുള്ളിലേക്ക് കയറ്റൂല എന്ന് വെച്ചാൽ എന്താടാ? ആളുകളെ നോക്കിയിട്ട് വേണ്ടവരെ മാത്രം ഉള്ളിലോട്ടും വേണ്ടാത്തവരെ മാത്രം പുറത്തോട്ടും കടത്തിവിടുന്നു. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത്. കോശസ്തരത്തെ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തിൻ്റെ മറ്റൊരു പേരാണ് വർണ്ണധാര്യസ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്ന് വെച്ചാൽ എന്താടാ? എല്ലാ ആളുകളെയും കടത്തിവിടൂല, എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം വർണ്ണധാര്യസ്തരം അല്ലേ? സെമി എന്ന് പറഞ്ഞാൽ എന്താടാ? പകുതി. സർക്കിളിൻ്റെ പകുതി സെമി സർക്കിൾ എന്ന് പറയില്ലേ? ഇതേപോലെ പകുതി ആളുകളെ മാത്രം പെർമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പേരെന്താ? വർണ്ണധാര്യസ്തരം. ഓക്കെ. അടുത്ത ഭാഗമാണ് മക്കൾ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? ജെല്ലി പോലെയുള്ള ആ സെല്ലിനുള്ളിൽ കാണുന്ന എല്ലാ സെൽ ഓർഗനൈസും ഫിക്സ് ചെയ്തിട്ടുള്ള ഭാഗമാണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഈ കോശദ്രവ്യമാണ് ആ സെല്ലിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും രാസപ്രവർത്തനങ്ങളുടെയും മീഡിയമായിട്ടും മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം അല്ലേ? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെല്ലൊഴികെ ഉള്ള ഭാഗമാണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ. ഒരു സെല്ലിനുള്ളിൽ കാണുന്ന എല്ലാ ഭാഗത്തെയും കൂടി വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? പ്രോട്ടോപ്ലാസം, ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം അല്ലേ? ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗമാണ് സൈറ്റോപ്ലാസം എങ്കിൽ ഈ ന്യൂക്ലിയസ് അടക്കം മർമ്മമടക്കം ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും പേരാണെന്ത്? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ വിളിക്കുന്ന പേര് ജീവദ്രവ്യം എന്ന് പറയുന്നത്. മക്കളെ അടുത്ത് നമ്മൾ സെൽ ഓർഗനൈസോടെ കയറിയാണ്. നമ്മുടെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് കോശങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ? ഒരുപാട് ആൾക്കാരെ പറ്റി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് അവരെ പറ്റിയൊക്കെ ജസ്റ്റ് ഒരു അറിവ് നേടേണ്ടതുണ്ട്. 6 ആളുകളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ മെയിൻ ആളാരാടാ? ന്യൂക്ലിയസ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മർമ്മമാണ്. ഒരു കോശത്തിൻ്റെ സെൻറ്ററാണ്, മെയിൻ ആണ് ആര്? നമ്മുടെ ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറഞ്ഞാൽ. ഈ മർമ്മത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വിളിക്കുന്ന പേര് ന്യൂക്ലിയോലസ്, മർമ്മകം. ഈ മർമ്മകത്തിന് ചുറ്റോടേറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രൊമാറ്റിൻ ജാലികകൾ കാണപ്പെടുന്നുണ്ട്. ഈ ക്രൊമാറ്റിൻ ജാലികകൾ പിന്നീട് ഈ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, കോശ വിഭജന സമയത്ത് ഈ ക്രൊമാറ്റിൻ ജാലികകൾ ക്രോമസോമുകളായിട്ട് മാറുന്നുണ്ട്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദിസ് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ഇൻടു ക്രോമസോംസ്. ഓക്കെ. റെഡി. അടുത്ത മക്കളെ ഗോൾഗി കോംപ്ലക്സുകളാണ്, ഗോൾഗി അപ്പാരറ്റസുകളാണ്. ഈ ഗോൾഗി അപ്പാരറ്റസുകളാണ് കോശത്തിനുള്ളിൽ അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്ന ആളുകളാണ്. ഇതാ ഇങ്ങനെ വെച്ചുള്ള ആൾക്കാരാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്ഥിരസഞ്ചരികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് കോശത്തിൻ്റെ പുറത്തേക്കും അയക്കുന്നത് ഈ കോശങ്ങളാകുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്ന് കാണുന്ന ആളുകളാണ്.
അല്ലേ? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഗോൾഗി അപ്പാരറ്റസും അന്തർദ്രവ്യ ജാലികളും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മക്കൾ മാറരുത്. ന്യൂക്ലിയസിനെ ചാരി കാണുന്ന ആളുകളാണ് ആര്? അന്തർദ്രവ്യ ജാലികകൾ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പാത്വേ. മക്കൾ നോക്കിക്കോ, കോശനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണ്, പാത്വേകളാണിത്. കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? അന്തർദ്രവ്യ ജാലികൾ സഹായിക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയാണ് മക്കളെ നമ്മുടെ എനർജി പ്രൊഡ്യൂസിങ് സെൻ്ററാണ്, ഊർജ്ജോൽപാദന കേന്ദ്രമാണ് അല്ലേ? എനർജി പ്രൊഡ്യൂസിങ് സെൻ്റർ എവിടെയാണ്? യെസ്, റെഡി. ഇതാണ് മക്കളെ എന്ത്? മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ സ്റ്റോർ എനർജി ആൻഡ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആസ് വെൻ റിക്വയർഡ്. ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? എനർജി ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണത്തിൻ്റെ ഭാഗമായിട്ട് എനർജി രൂപപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള സമയത്ത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്ന ആരാകുന്നു? മൈറ്റോകോൺട്രിയകളാകുന്നു. അടുത്ത വാക്യൂളാണ്. ഫാനമാണ് നമ്മുടെ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന വേസ്റ്റും ഓയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് വാക്യൂൾ എന്ന് പറഞ്ഞാൽ. അടുത്ത റൈബോസോമാണ്. റൈബോസോം എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ പ്രോട്ടീനിനെ സിന്തസിസ് ചെയ്യുന്ന, പ്രോട്ടീനുകളെ രൂപീകരിക്കുന്ന, ഫോം ചെയ്യുന്ന ഭാഗമാണ് റൈബോസോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അടുത്ത നമ്മുടെ കോശാംഗങ്ങളിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെല്ലിൽ മാത്രം കണ്ടുവരുന്ന, എന്നാൽ ആനിമൽ സെല്ലിൽ കാണാത്ത, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ചില പ്രത്യേക കോശാംഗങ്ങളുണ്ട്. സെൽ ഓർഗനൽസിന് അവരുടെ പേരാണ് പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് 3 തരം പ്ലാസ്റ്റിഡ് പഠിക്കാനുണ്ട്: ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഹരിതഗണം, വർണ്ണഗണം ആൻഡ് ശ്വേതഗണങ്ങൾ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിതഗണങ്ങളാണ്, അഥവാ നമ്മളെ കളർ പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോഫിൽ കാണപ്പെടുന്നതും ക്ലോറോപ്ലാസ്റ്റിലാണ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സഹായിക്കുന്നത്. ഭക്ഷണം, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി സഹായിക്കുന്നു. അടുത്ത വർണ്ണഗണമാണ് ക്രോമോപ്ലാസ്റ്റ് ആണ്. നമ്മുടെ ഇലകൾക്കും നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ കാണപ്പെടുന്ന ആൾക്കാരാണ് ഈ ക്രോമോപ്ലാസ്റ്റ്. പച്ച, മഞ്ഞ, ഓറഞ്ച് നിറമൊക്കെ കൊടുക്കുന്നത് ഈ ക്രോമോപ്ലാസ്റ്റുകളാക്കുന്നു. അടുത്ത മക്കളെ ല്യൂക്കോപ്ലാസ്റ്റുകളാണ്. ല്യൂക്കോപ്ലാസ്റ്റ് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീന്, സ്റ്റാർച്ച്, അന്നജം, എണ്ണ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, സംഭരിച്ച് വെക്കാൻ സഹായിക്കുന്ന ആളുകളാണ് ല്യൂക്കോപ്ലാസ്റ്റുകൾ. അടുത്ത പ്രധാനപ്പെട്ട ഈ പാഠത്തിൻ്റെ ടോപ്പിക് നമുക്ക് എന്താ? കലകൾ, ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും പഠിക്കാൻ 2 തരത്തിലുള്ള കലകളുണ്ട്. സിമ്പിൾ ടിഷ്യൂസ് അല്ലേ? സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂ. അഥവാ നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്, പെർമനന്റ് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ടിഷ്യൂസ് വിച്ച് അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ. എപ്പോഴും ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടിഷ്യൂസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മക്കളെ നോക്കാം. നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കലകൾ. കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമ കലകളാകുന്നു അല്ലേ? ഇങ്ങനെ കോശങ്ങൾ വിഭജിക്കുന്നതനുസരിച്ചിട്ട് കോശങ്ങളുടെ എണ്ണം കൂടും. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ജീവിയുടെ ശരീരഭാഗത്തിൻ്റെ എണ്ണവും വലിപ്പവും കൂടുന്നു. ഓക്കെ, മെരിസ്റ്റമാറ്റിക് കലകളാണ് ആ ചെടിയെ വളരാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് കലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, സവിശേഷതയുണ്ട്. ഈ സവിശേഷത ഉണ്ടായത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ കൃത്യമായിട്ട് വളരാൻ വേണ്ടി സഹായിക്കുന്നത്. എന്തൊക്കെയാണ്? അബണ്ടൻ്റ് സൈറ്റോപ്ലാസം, നിറയെ കോശദ്രവ്യമുണ്ട്, വലിയ മർമ്മമുണ്ട്, നേരിയ കോശഭിത്തി, തിൻ സെല്ലുവാൾ. ഇതൊക്കെയാണ് നമ്മുടെ മെരിസ്റ്റമിക് കലകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. മെരിസ്റ്റമിക് കലകൾ മക്കളെ നമുക്ക് 3 പഠിക്കാനുണ്ട്. ഒന്ന് അഗ്രമെരിസ്റ്റമാണ്, മറ്റൊന്ന് പാർശ്വമെരിസ്റ്റമാണ്, അതിനപ്പുറത്ത് പർവാന്തര മെരിസ്റ്റമാണ്. ആദ്യം പഠിക്കാനുള്ള എന്താണ്? കാണ്ഡത്തിൻ്റെ അഗ്രത്തിലും അതുപോലെ തന്നെ നമ്മളെ വേരിൻ്റെ അഗ്രത്തിൽ കണ്ടുവരുന്ന അഗ്രമെരിസ്റ്റമാണ്. അഗ്രമെരിസ്റ്റം റെഡി. അഗ്രമെരിസ്റ്റത്തിനെ സഹായിക്കാൻ മക്കളെ നീളം കൂടാൻ, കാണ്ഡത്തിൻ്റെ നീളം കൂടാനും വേരിൻ്റെ നീളം കൂടാൻ സഹായിക്കുന്ന ആളുകളാണ് അഗ്രമെരിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലേ? പാർശ്വമെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? 2 പാർശ്വങ്ങളിൽ. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ കാണുന്ന ആളുകളാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തടി കൂടാൻ, വണ്ണം വെക്കാൻ സഹായിക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റമാണ്. അഗ്രമെരിസ്റ്റം ഇംഗ്ലീഷ് എന്താ മക്കളെ? എപ്പിക്കൽ മെരിസ്റ്റമാണ് കേട്ടോ, എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, മൂന്നാമത്തെ ഒരു മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ നോഡുകൾ കാണുന്ന ഇന്റർ കാലറി മെരിസ്റ്റം. നമ്മുടെ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ ഏകബീജപത്ര സസ്യങ്ങളിൽ ഈ 2 നോഡുകൾക്കിടയിലുള്ള നീളം വർദ്ധിപ്പിക്കാൻ, അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് ഇന്റർ കാലറി മെരിസ്റ്റംസ് ആകുന്നു. അടുത്ത പ്രധാനപ്പെട്ടൊരു ഡിവിഷൻ ഓഫ് ടിഷ്യൂ ആണ് പെർമനൻറ്റ് ടിഷ്യൂസ് അല്ലേ? പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് തന്നെ ഉത്തരവുണ്ട്, പെർമനൻ്റ്. അവരെന്ത് ചെയ്യൂല? വിഭജിക്കൂല. പെർമനൻ്റ് എല്ലാ സമയത്തും ഒരേപോലെ നിൽക്കും. പെർമനൻ്റ് ടിഷ്യൂസ് മക്കളെ വിഭജിക്കാത്ത ടിഷ്യൂസാണ്. അവർക്ക് വിഭജനശേഷിയൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനത്തെ വിഭജനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള കോശസമൂഹങ്ങൾ വിളിക്കുന്ന പേരാണ് പെർമനൻ്റ് ടിഷ്യൂ അഥവാ സ്ഥിരകലകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് സ്ഥിരകലകളാകുന്നു. സിമ്പിൾ ടിഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസിൽ വരുന്നതാണ് പാരങ്കൈമ,
കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. മക്കൾ ഇതാണ് പാരൻകൈമ എന്ന് പറഞ്ഞാൽ കേട്ടോ. പാരൻകൈമയുടെ ചിത്രം നോക്കി വെക്കണേ. ലിവിങ് സെൽസ് ആണ്, തിൻ സെൽവാളാണ്, ഇൻ്റർസെല്ലുലാർ സ്പേസുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിനും ഫുഡ് സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ അടുത്തൊരാളാണ് കോളൻകൈമ എന്ന് പറഞ്ഞാൽ കോർണറിൽ തിക്കൻ കോളൻകൈമ. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. കോളൻകൈമ കോർണറിൽ കട്ടി. മക്കൾ നോക്കടാ, ഓരോരോ കോർണറിൽ ഓരോ മൂലയിൽ മാത്രം എന്തുണ്ട്, ഈ ഓരോ കോശത്തിന് മൂലക്ക മാത്രം കട്ടി. കോർണറിൽ കട്ടിയുള്ളതാണ് എന്ത്, കോളൻകൈമ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേടാ. അടുത്ത ആരാണ്, സ്ക്ലീറൻകൈമയാണ്. സ്ക്ലീറൻകൈമ സറൗണ്ടിങ്സ് മൊത്തം കട്ടിയായിരിക്കും കേട്ടോ. സറൗണ്ടിങ്സ് ക്ലിയറൻ സറൗണ്ടിങ് ഓർത്ത് വെക്കുക കേട്ടോ. സറൗണ്ടിങ്സ് മൊത്തം ചുറ്റിലും കട്ടിയുള്ളതാണ് സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ഡെഡ് ടിഷ്യൂ കേട്ടോ. അതൊരു മൃതകോശമാകുന്നു. ഓക്കെ. അടുത്ത മക്കളെ പ്രധാനപ്പെട്ട നമ്മുടെ കോംപ്ലക്സ് ടിഷ്യൂസാണ് സൈലവും ഫ്ലോയവും. സൈലം ആൻഡ് ഫ്ലോയം. സൈലം എന്തിനാ സഹായിക്കുന്നതാ, താഴെ നിന്നും മണ്ണിൽ നിന്നും വെള്ളവും ലവണങ്ങളൊക്കെ വലിച്ച് ആ ചെടിയുടെ മേലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സൈലമാണ്. മേലെ ഇലകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഇല്ലടാ, നമ്മുടെ ഭക്ഷണം ഇല്ലടാ, അത് എല്ലാ ഭാഗത്തും വേരടക്കമുള്ള ആ ശരീരത്തിൻ്റെ ആ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുന്നത് ഫ്ലോയമാകുന്നു. ഇതാണ് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. സൈലം ഫ്ലോയും എന്താണ്, ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ്, സങ്കീർണ കലകൾക്ക് ഉദാഹരണമാക്കുന്നു. അടുത്ത ഈ പാഠത്തിൻ്റെ അവസാന ടോപ്പിക്കാണ് ജന്തുകോശം, ആനിമൽ സെൽ എന്ന് പറഞ്ഞാൽ. ആനിമൽ സെല്ല് മക്കൾ പഠിക്കാനുള്ളത് 4 ആനിമൽ ടിഷ്യൂസാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസ്കുലർ ടിഷ്യൂസ് ആൻഡ് ന്യൂറൽ ടിഷ്യൂസ്. ആദ്യം മക്കൾ ആരെ നോക്കാം, എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നോക്കാം. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ കവർ ചെയ്ത് കാണുന്ന ആവരണം ചെയ്യുന്ന കലകളാണ് ആവരണ കലകൾ. പേരിന് ഉത്തരം കിട്ടും കേട്ടോ. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനെയും ആര് സഹായിക്കുന്നുണ്ട്, ആവരണ കലകൾ അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് സെക്രീഷൻസിലേക്ക് മ്യൂക്കസ്, ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കാൻ ആര് സഹായിക്കുന്നു, ആവരണ കലകൾ സഹായിക്കുന്നു. സിമ്പിൾ അല്ലേ. അടുത്ത ആരാടാ, കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. പ്രൊവൈഡ് സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മുടെ യോജക കലകളാണ്. പേരിന് ഉത്തരം കിട്ടും, കണക്ഷൻ ചെയ്യുന്നു അല്ലേ. വിവിധ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, താങ്ങി നിർത്തുന്നു. പലരും തമ്മിൽ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാകുന്നു. ബോണ്, കണക്റ്റീവ് ഫൈബ്രസ് ടിഷ്യൂസ് ആൻഡ് ബ്ലഡ് ആർ എന്താണ് മക്കളെ, കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളുകളാകുന്നു. ആൻഡ് അതർ എന്താ മക്കളെ, മസിൽ ടിഷ്യൂസ് ആണ്, ബോഡി മൂവ്മെൻറ്റ് സഹായിക്കുന്ന പേശി കലകൾ. ഓക്കെ, സങ്കോചിക്കുന്നു, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന ബോഡി മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നു. അവസാനത്തെ നമുക്ക് ടിഷ്യൂ ആണ്, കലയാണ് ന്യൂറൽ ടിഷ്യൂസ്, നാഡീകലകൾ എന്ന് പറഞ്ഞാൽ. നാഡീകലകളെ മക്കളെ എന്ത്, സന്ദേശവിനിമയം സാധ്യമാക്കുന്നത്, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആര് തന്നെയാണ്, നമ്മുടെ ന്യൂറൽ ടിഷ്യൂസ് ആകുന്നു. റെഡി. അവസാന ഒറ്റ പോയിന്റ് പഠിച്ച് നമ്മൾ പാഠം അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് സ്റ്റെം സെൽസ്? എന്താണ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ നോക്കാം. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ കോശങ്ങളായിട്ടും മാറാൻ കഴിവുള്ള, ഹാപ്പി ആയിട്ട് ഏത് കോശമാണോ കുറവുള്ളത് ആ കോശമായിട്ട് മാറാൻ കഴിവുള്ള, സാധ്യമുള്ള, അതിന് പോസിബിലിറ്റി ഉള്ള, അതിനുള്ള കഴിവുള്ള ആളുകളാണ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തിൽ കണക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടോ, മസ്കുലർ ടിഷ്യൂസ് ആയിട്ടോ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിട്ടോ, അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂസ്, ആവരണ കലകൾ, നമ്മുടെ സംയോജക കലകൾ, പേശി കലകൾ, നാഡീകലകൾ, ഏത് കലകളായിട്ടും മാറാൻ കഴിവുള്ള പ്രത്യേകമായിട്ടുള്ള കോശങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ. സെറ്റ് അല്ലേടാ. ഈ വിത്ത് കോശങ്ങളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ശരീരത്തിൻ്റെ മാസ്റ്റർ കോശങ്ങൾ, മാസ്റ്റർ സെൽസ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ വിളിക്കാൻ കാരണം, ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നാൽ, മുറിവ് വന്നാൽ ആ കേടുപാട് പരിഹരിക്കാനും മുറിവുണങ്ങാനൊക്കെ അല്ലേ, ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്ത് കോശങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ പാഠത്തു നിന്ന് പഠിക്കേണ്ടത്. ക്വിക്കായിട്ട് റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. സോ നമുക്ക് നമ്മൾ ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ എക്സ്പ്ലനേഷൻ്റെ അളവ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, എല്ലാം പഠിച്ച മക്കളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും അറിയാത്ത മക്കൾക്ക് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. നമ്മളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പാഠമാണ് 3ാമത്തെയും 4ാമത്തെയും പാഠം എന്ന് പറയുന്നത്. സോ മക്കൾസ് ഉഴപ്പരുത്, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യടാ, അടുത്ത ക്ലാസ്സിൽ വേറെ പാഠവുമായിട്ടും വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ടും കണ്ടുമുട്ടാം. സീ യു ദെയർ. ഓൾ ദി ബെസ്റ്റ്.